കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. UDFൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ച് ധാരണയായില്ല. കഴിഞ്ഞ തവണത്തതിനേക്കാൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധികം ലീഗ് ആവശ്യപ്പെട്ടതാണ് ചർച്ച വഴിമുട്ടിയത്. നാളെ രാവിലെയോടെ തീരുമാനത്തിലെത്താനാണ് സാധ്യത. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് നടക്കുക. ADM ആണ് വരണാധികാരി. ധനകാര്യം ഉൾപ്പെടെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷനിൽ ഉള്ളത്. 56 അംഗങ്ങളും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അംഗമാകും. 7 അംഗങ്ങളാണ് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഉണ്ടാവുക. ഇതിൽ ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കും. UDFൽ രൂക്ഷമായ തർക്കമാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ധനകാര്യം ഉൾപ്പെടെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ലീഗിന് നൽകിയത്. ഇത്തവണ ധനകാര്യം കൂടാതെ 3 വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ക്ഷേമം, നഗരാസൂത്രണം എന്നിവയ്ക്ക് പുറമെ ടാക്സ് അപ്പീൽ കമ്മിറ്റിയെങ്കിലും കിട്ടിയേ തീരൂ എന്നാണ് ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. തരില്ലെങ്കിൽ തനിച്ചു മത്സരിക്കാനാണ് ലീഗ് തീരുമാനം. കഴിഞ്ഞ ദിവസം ലീഗ് കൗൺസിലർമാരുടെ യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. ഇതിലാണ് വേണ്ടിവന്നാൽ തനിച്ചു മത്സരിക്കണമെന്ന കടുത്ത തീരുമാനം വരെ എടുത്തത്. തനിച്ചു മത്സരിച്ചാലും ലീഗിന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ലഭിക്കും. LDF സഹായിച്ചാൽ കൂടുതലും കിട്ടും. മുന്നണി സംവിധാനം തകരുമെന്നതിനാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനാണ് സാധ്യത. ടാക്സ് അപ്പീൽ ചെയർമാൻ സ്ഥാനം ലീഗിന് വിട്ടുകൊടുക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.